CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുടെ അലയൊലികൾ സൃഷ്ടിച്ച നിപ വൈറസ്. രോഗബാധിതനായ കുട്ടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. ചിറനെല്ലൂരിലെ പമ്പ് ഹൌസിൽ ഷോക്കേറ്റ് വാട്ടർ അതോറിറ്റി കരാർ തൊഴിലാളി മരിച്ചു. മുണ്ടത്തിക്കോട് പണ്ടാരിക്കൽ സോമന്റെ മകൻ സോമിഷാണ് മരിച്ചത്. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടക്കഴിയൂർ പഞ്ചവടി പുളിക്കൽ വീട്ടിൽ നിജിൽ എന്ന നിജീബിനെയാണ് പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം നാടുകടത്തിയത്. ചാവക്കാട് നഗരസഭയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ലെന്നും ലൈഫ് ഭവന പദ്ധതി ആനുകൂല്യങ്ങൾ ആർക്കും നഷ്ടപ്പെടില്ലെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശമാണെന്ന കാരണത്താൽ ഭവന നിർമ്മാണ അനുമതി ലഭിക്കാത്തതിന്റെ പേരിൽ കൌൺസിലർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന പ്രതിപക്ഷ ആരോപണം തികച്ചും വാസ്തവ വിരുദ്ധമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിനെ ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിനു വേണ്ട നടപടികൾക്ക് വഴി തെളിയുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും വികസന സമിതി യോഗം തീരുമാനിച്ചു. വടക്കേ പുന്നയൂർ പിലാക്കാട്ട് പള്ളിക്ക് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച ലാബ് മാലിന്യങ്ങൾ ഉടമയെ വിളിച്ചുവരുത്തി എടുത്തുമാറ്റി. 500,000 രൂപ പിഴയും ചുമത്തി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മുനിക്കക്കട വഴിമുഖത്തെ പുലിമുട്ട് അപകടാവസ്ഥയിലായതിനാൽ വിനോദസഞ്ചാരികൾക്കും ചൂണ്ടയിടാൻ വരുന്നവർക്കും ചാവക്കാട് പോലീസിന്റെ മുന്നറിയിപ്പ്. സന്ദർശകരെ തടയുന്നതിനായി ബോർഡുകൾ സ്ഥാപിക്കാൻ വാർഡ് മെമ്പർമാർ സമീറ ഷെരീഫ്, പഞ്ചായത്ത് സെക്രട്ടറി PY സജിത എന്നിവർക്ക് നിർദ്ദേശം നൽകി. NFSA കുന്നംകുളം ഗോഡൌണിൽ നിന്ന് തീരദേശത്തെ റേഷൻ കടകളിലേക്ക് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വൈകിയെത്തുന്നത് പ്രതിഷേധാർഹമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി. നർത്തകിയാകണമെന്ന ബാല്യകാല മോഹം ഏറെ വൈകിയാണെങ്കിലും സഫലമാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ചെമ്മണ്ണൂർ സ്വദേശിനി സിന്ധു. കാൽനൂറ്റാണ്ടിലേറെയായി ഹൃദ്രോഗത്തിന് ചികിത്സ നടത്തുന്ന ഇവരുടെ അരങ്ങേറ്റം വൈദ്യശാസ്ത്രത്തിന് തന്നെ അത്ഭുതമായി. രാമായണ മാസത്തോടനുബന്ധിച്ച് വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായാണ് ഗോപൂജ നടത്തുന്നത്. പഴഞ്ഞി ഐനൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ മാതൃവേദി സംഘടനയുടെ നേതൃത്വത്തിൽ സൌജന്യ ഔഷധക്കഞ്ഞി കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ പരിധിയിലെ വെളിയങ്കോട്, മാറഞ്ചേരി, പാലപ്പെട്ടി ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ +1 അധിക ബാച്ചുകൾ ലഭിച്ചു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധക്കഞ്ഞി വിതരണം എന്നിവ നടന്നു. വാഗാശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. അക്കിക്കാവ് ജംഗ്ഷനിൽ റോഡിൽ മെറ്റൽ ചോർന്നു കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച തേജസ് റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ഗുരുഹൃദയങ്ങൾ ഒന്നിച്ചു. കുട്ടിക്കൊരു വീട് കൈമാറി. ഭവനമില്ലാത്ത വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരിയിൽ വീട് കൈമാറി. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കിരാലൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും അമല മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ചരിത്രശാസ്ത്രബോധമുള്ളവരായി വളരണമെന്ന സന്ദേശം പങ്കുവച്ച് ബാലസംഘം ചിറ്റാട്ടുകര മേഖലാ സമ്മേളനം നടന്നു. കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടാലും സാവിത്രിയമ്മ എത്താത്ത ഇടങ്ങളില്ല. പൊന്നുപോലെ നോക്കുന്ന മകനാണ് സാവിത്രി അമ്മയുടെ ബലം. മകന്റെ സ്നേഹപരിചരണത്തിൽ, കരങ്ങൾ നൽകുന്ന സുരക്ഷിതത്വത്തിൽ 87ാം വയസ്സിലും തളരാത്ത മനസ്സുമായി വാർദ്ധക്യം ആസ്വദിക്കുകയാണ് ഈ അമ്മ. നാടിന്റെ അഭിമാനമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ തിരുവത്ര താഴത്ത് സലാമിന്റെ മകൾ സജിതയ്ക്ക് തിരുവത്ര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ KPCC അംഗം CA ഗോപപ്രതാപൻ ഉപഹാരം നൽകി അനുമോദിച്ചു. കുന്നംകുളം സുധ കോളേജിലെ 77-78 ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശേഖരൻ അത്താണിക്കൽ മാസ്റ്റർ 2ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടത്തി. പോലീസ് അക്കാദമി ഡയറക്ടറും ADGPയുമായ P. വിജയൻ IPS ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി അത്താണിക്കൽ കണ്ണനായിക്കൽ തറവാട്ട് കുടുംബസംഗമത്തിന്റെ 10ാം വാർഷികം ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.